അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായിട്ട് എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 4 മുതൽ 6 വരെയുള്ളതാകുന്ന വേദഭാഗം ഒരാൾക്ക് ശബ്ദമുയർത്തി കഴിയുമെങ്കിൽ മൈക്ക് ഉപയോഗിച്ച് വായിപ്പാൻ അപേക്ഷിക്കുന്നു. എപ്പിസ്റ്റൽ ഓഫ് ഹീബ്രൂസ് ചാപ്റ്റർ 11 വേഴ്സസ് 4-6. ദൈവം അവന്റെ വഴിപാടിനു സാക്ഷ്യം കൽപ്പിച്ചു. മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെട്ടതിനു മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടോ എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് ഈ ഒരു പ്രധാനപ്പെട്ട വിഷയം നമുക്ക് ധ്യാനിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. വിശ്വാസം. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന വിശ്വാസം എന്താണ് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് കാണുവാനായി കഴിയുന്നത്. ഇത് ഈ ഒരു ഭാഗം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു എന്ന് പറയുമ്പോൾ വിശ്വാസത്തിൻ്റെ എല്ലാ തലങ്ങളെക്കുറിച്ചും അവിടെ പ്രതിപാദിക്കുന്നില്ലെങ്കിലും ആ പ്രത്യേകമാകുന്ന പശ്ചാത്തലത്തിൽ വളരെ ശ്രദ്ധേയമായി ചില കാര്യങ്ങൾ നമ്മളവിടെ കാണുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ വിശ്വാസം എന്നുള്ളതാകുന്ന ആ പദം കൊണ്ട് വചനം എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞു. വിശ്വാസം എന്നുള്ളത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഹോപ്പ്. ആശയിൽ അല്ലെങ്കിൽ പ്രത്യാശയിൽ അധിഷ്ഠിതമായതാണ് ക്രിസ്ത്യൻ ഫെയ്ത്ത്. മറ്റൊന്നുമല്ല. പോസിറ്റീവ് തിങ്കിങ് അല്ല, ഇമാജിനേഷൻസ് അല്ല, ഇതൊന്നുമല്ല. ദൈവം പറഞ്ഞ വാക്കുകളെ അതുപോലെ വിശ്വസിക്കുവാൻ, അങ്ങനെ വിശ്വസിച്ച് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിപ്പാൻ, നോ മാറ്റർ വാട്ട് ഹാപ്പൻസ്. 2 കാര്യങ്ങളാണ് അവിടെ നമ്മൾ കാണുന്നത്. ഒന്ന്, ദൈവം ആണോ പറഞ്ഞത് എങ്കിൽ ദൈവത്തെ വിശ്വസിക്കാം. ദൈവത്തിൻ്റെ വാക്കുകളെ വിശ്വസിപ്പാൻ യാതൊരു ഭയത്തിൻ്റെ ആവശ്യമില്ല. അതാണ് സത്യത്തിൽ വിശ്വാസം എന്നുള്ളത്. അല്ലാതെ മനുഷ്യൻ്റെ വാക്കുകളോ മനുഷ്യൻ്റെ ഇമാജിനേഷൻസോ മനുഷ്യൻ മനസ്സിൽ സങ്കല്പിച്ചുണ്ടാക്കുന്ന ഒന്നോ അല്ല വിശ്വാസം. ഈ കാര്യങ്ങളാണ് വിശ്വാസം എന്ന നിലയിൽ ഒരു വ്യാജ സുവിശേഷം നമ്മുടെ ഇടയിൽ പ്രചരിപ്പിക്കപ്പെടുന്നത്. അതാ വിശ്വാസം എന്നാണ് പലരും കരുതുന്നത്. ഇന്നാളിൻ്റെ വിശ്വാസം കണ്ടു, അദ്ദേഹം കാറ് മേടിച്ചു, അദ്ദേഹം വീട് മേടിച്ചു, അദ്ദേഹം അതെല്ലാം പറഞ്ഞു, അദ്ദേഹം എഴുതി വെച്ച് വായിച്ചു, പ്രാർത്ഥിച്ചു, പച്ച കളറുള്ള ബെൻസ് മേടിക്കുമെന്ന്, മെഴ്സിഡസ് മേടിച്ചു. അത് പിന്നെ വഴി കിടക്കുകയായിരുന്നെന്നുള്ളത് അടുത്ത വിഷയം, അതുപോട്ടെ. പ്രിയപ്പെട്ടവരെ, അതല്ല വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന വിശ്വാസം. ഇത് നമ്മൾ മനസ്സിലാക്കണം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളത് അനേക വേദഭാഗങ്ങളുടെ വെളിച്ചത്തിൽ കണ്ടു. എന്താണ് പ്രത്യാശയെന്ന് കണ്ടു. സുവിശേഷത്തിൽ പ്രത്യാശ നിമിത്തമാണ് നമുക്ക് വിശ്വാസവും സ്നേഹവും ഉണ്ടാകുന്നതെന്ന് കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ ആ സുവിശേഷത്തിൻ്റെ സത്യവചനത്തിൽ നിങ്ങൾ കേട്ടതാകുന്ന ആ സന്ദേശമാണ് നിങ്ങളുടെ വിശ്വാസത്തിന് ആധാരമെന്ന് പൗലോസ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പം വിശ്വാസം, ബിബ്ലിക്കൽ ഫെയ്ത്ത്, വേദപുസ്തക പ്രകാരമുള്ള വിശ്വാസം, ഇറ്റ് ഈസ് സോ ഡിഫറെൻറ്റ് ദാൻ പീപ്പിൾ മേക്ക് ഇറ്റ് ടു ബി. മനുഷ്യര് മറ്റെന്തോ ഒക്കെ പറയാനായിട്ടാണ് താല്പര്യപ്പെടുന്നത്. ഇതൊരു വലിയ ഡിസെപ്ഷനാണ്.
ഇതൊരു വലിയ വഞ്ചനയാണ്. അതുകൊണ്ടാണ് ഇവിടെ വിശ്വാസത്തെക്കുറിച്ച് ആദ്യമായിട്ട് നമ്മൾ കണ്ടു. വിശ്വാസമെന്ന അതിൻ്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു നിർവചനം കൊടുക്കുന്നു. എന്നിട്ട് പറയുകയാണ്, ആ വിശ്വാസത്താലാണ് പൂർവന്മാർക്ക് സാക്ഷ്യം കിട്ടിയത്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. നമ്മൾ ഈ വേദഭാഗത്ത് ആവർത്തിച്ച് കാണുന്നുണ്ട്. അവർക്കെല്ലാം സാക്ഷ്യം കിട്ടി. എന്ത് സാക്ഷ്യമാണ് കിട്ടിയേ? നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ താഴോട്ട് വായിക്കുന്നു. നമ്മളിപ്പോൾ വായിച്ച 5-ാമത്തെ വാക്യത്തിൽ അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെടുന്നതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. ആൻഡ് ദാറ്റ് ഈസ് ദ സാക്ഷ്യം. അതാണ് അപ്രൂവൽ. വിശ്വാസത്താൽ ഡിവൈൻ അപ്രൂവൽ കിട്ടി. തുടർന്ന് എഴുതുക. അല്ലാതെ 11-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം സെപ്പറേറ്റ് ഒരു എൻറ്റിറ്റി ഒന്നുമല്ല. തുടർന്ന് എഴുതുക, അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. അതിനാലല്ലോ. ഏതിനാൽ? മുകളിൽ പറഞ്ഞ ഈ വിശ്വാസത്താൽ. മനസ്സിലാക്കണം. പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചപ്പോൾ അവരുടെ വിശ്വാസം എന്തിലേക്കാണ് അവരെ നയിച്ചത്? നമ്മൾ വായിക്കുന്നു, ഒന്ന്, അവര് ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവരെടുക്കപ്പെടുന്നതിന് മുൻപേ സാക്ഷ്യം പ്രാപിച്ചു. അതിന് ശേഷം താഴോട്ട് നമ്മൾ വായിക്കുന്നത്, ആ വിശ്വാസത്താലാണ് നോഹ നീതീകരിക്കപ്പെട്ടതെന്ന് നമ്മൾ വായിക്കുന്നു. നോഹ, അബ്രഹാം. പലപ്പോഴും ഈ പഴയ നിയമവും പുതിയ നിയമവും ഒരു സെപ്പറേറ്റായിട്ട് നമ്മൾ കാണാറുണ്ട്. എന്നാൽ സത്യത്തിൽ പഴയ നിയമവും പുതിയ നിയമവും, പഴയ നിയമത്തിൻ്റെ തുടർച്ചയാണ് പുതിയ നിയമം. പക്ഷേ നമ്മൾ പലരും ചിന്തിക്കുന്നത് പോലെ അല്ല പഴയ നിയമമെന്നേ ഉള്ളൂ. പഴയ നിയമത്തെ കർത്താവും അപ്പോസ്തലന്മാരും എങ്ങനെയാണ് വ്യാഖ്യാനിച്ചത്, അങ്ങനെ മാത്രമേ വ്യാഖ്യാനിക്കാവൂ. അല്ലാതെ അതിനപ്പുറം വ്യാഖ്യാനിപ്പാൻ നമുക്ക് അധികാരമില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ഒന്നാമതായി കാണുന്നു, അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. അപ്പോൾ ഒരാളെക്കുറിച്ച് പറയുകയാണ്, അദ്ദേഹം ദൈവത്തെ എന്ത് ചെയ്തു? പ്രസാദിപ്പിച്ചു. ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യമായി ഹാനോക്ക് കരുതിയത്, ഇന്ന് നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് അല്പം ചിന്തിക്കും, ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളതായിരുന്നു. രണ്ടാമതായിട്ട് നമ്മൾ വായിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ പലപ്പോഴും കേട്ട നിലയിലുള്ള വിശ്വാസം അല്ലായിരുന്നു വേദപുസ്തകത്തിലെ വിശ്വാസം. അതുകൊണ്ടാണ് നിങ്ങൾ അതിൻ്റെ 39-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ, വേഴ്സ് 39. അവർ എല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചു. ശ്രദ്ധിക്കണം, അവർക്കെല്ലാം എന്തോ കിട്ടി? വിശ്വാസത്താൽ സാക്ഷ്യം കിട്ടിയെന്ന്. എന്ന് പറഞ്ഞാൽ ദൈവം അവരുടെ എല്ലാം ജീവിതത്തെ, there was a seal of approval from God. Well done my son, well done my daughter. God approved their life. ഓക്കെ, ശ്രദ്ധിക്കണേ, ദൈവം അവരുടെ ജീവിതത്തെ അപ്രൂവ് ചെയ്തു. എന്തുകൊണ്ട്? വിശ്വാസത്താൽ. എൻ്റെ ഒപ്പം വരണേ. എന്തുകൊണ്ടാണ് ദൈവം അവരെ അപ്രൂവ് ചെയ്തത്? വിശ്വാസ നിമിത്തം. ആ വിശ്വാസം പ്രത്യാശയിൽ അധിഷ്ഠിതമായിരുന്നു. ആ വിശ്വാസം അൺസീൻ വേൾഡ്, കാണാൻ കഴിയാത്ത ഒരു ലോകത്തിൻ്റെ യാഥാർത്ഥ്യത്തെ കാണുന്ന ലോകത്തിലേക്ക് അവർ കൊണ്ടുവന്നു. എന്ന് പറഞ്ഞാൽ their value system was based on an unseen world. വിശ്വാസം ഇല്ലാത്തവരെങ്ങനെയാ ജീവിക്കുന്നതെന്ന് അറിയാമോ? They always live by what is seen. കാണുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിശ്വാസമില്ലാത്തവർ ജീവിക്കുന്നത്. നമുക്ക് പറ്റിയ കുഴപ്പം എന്താണെന്നറിയാമോ? നമ്മൾ തല തിരിഞ്ഞു പോയി അതിനെ എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചേച്ച് പറഞ്ഞു ഇതാ വിശ്വാസമെന്ന്. നോ, കാണാൻ കഴിയാത്ത ഒരു ലോകത്തിൻ്റെ യാഥാർത്ഥ്യം, കാണാൻ കഴിയാത്ത ഒരു ലോകം എനിക്ക് കാണാൻ കഴിയത്തില്ലെങ്കിലും ദൈവമാണോ പറഞ്ഞത് എങ്കിൽ അത് സത്യമാണ്. അതുകൊണ്ട്
ആ വാല്യൂ സിസ്റ്റമാണ് ഇന്ന് ഞാൻ കാണുന്ന ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത്. അതിൻ്റെ പേരാണ് എന്ത്? വിശ്വാസം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ജീവിച്ചാൽ പല സന്ദർഭങ്ങളിലും അതത്ര സുഖകരമല്ല. നമ്മളിത് പറയുന്നത് എന്താ? കം കം കം, നിന്റെ സകല പ്രശ്നത്തിനും പരിഹാരം. ഓഫ് കോഴ്സ് കർത്താവാണ് നമ്മുടെ സകല പ്രശ്നത്തിൻ്റെയും പരിഹാരകൻ, നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. പക്ഷെങ്കിൽ നമ്മൾ പ്രസന്റ് ചെയ്യുന്ന ഒരു യേശു ആരാ? പ്രശ്നപരിഹാരകനാകുന്ന ഒരു ക്രിസ്തുവിനെയാ പ്രസന്റ് ചെയ്യുന്നത്. അത് മതി ജനത്തിന്. കഴിഞ്ഞ ദിവസം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര വാർ റേജ് ചെയ്യുകയായിരുന്നു. എന്നാൽ എൻ്റെ ഒരു സഹോദരൻ, ഞാൻ കർത്താവിൽ ബഹുമാനിക്കുന്ന എൻ്റെ ഒരു സ്നേഹിതൻ, വളരെ ശ്രദ്ധേയമാകുന്ന ഒരു കുറിപ്പെഴുതി. അത് എഴുതിയത് ഇങ്ങനെയാണ്: ഈ പ്രോസ്പെരിറ്റി ക്യാൻസൽ ചെയ്യുമെന്ന് പറഞ്ഞതിന് എന്താ നിങ്ങൾക്ക് ഇത്ര വലിയ ദണ്ണം? എന്താ ആരാണ്ടയുടെ പ്രോസ്പെരിറ്റി ക്യാൻസൽ ചെയ്യുമെന്ന് പറഞ്ഞാൽ ആ ദണ്ണം? അദ്ദേഹം ചോദിച്ചതാ, എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ഈ പ്രോസ്പെരിറ്റി തരുമെന്ന് പറഞ്ഞപ്പോൾ അവിടെ പോയിരുന്ന ആൾക്കാരോടല്ലേ അത് പറഞ്ഞത്? അല്ലേ? അവരോടല്ലേ പറഞ്ഞത്? അപ്പോ തരുമെന്ന് പറഞ്ഞ് അവിടെ കൂടിയ ചില എന്താ അന്ധബുദ്ധികളാകുന്ന, കോൺഷ്യസ് ഇപ്പോഴും അന്ധബുദ്ധികളായിരിക്കുന്ന ഒരു കൂട്ടം പേര് അങ്ങോട്ട് പോയത്, in the first place they went there because somebody said Jesus is going to give you cars, Jesus is going to give you prosperity, and they went there and their wallets were emptied. What we have to do with that? That is not Christianity. That is not a Christian church. So why I have to talk about that? I don't care what happens in the world. Among unbelievers, what is going on, that is none of my business. അൺബിലീവേഴ്സിന്റെ ഇടയിൽ നടക്കുന്നത് എനിക്കെന്താ വിഷയം? ഞങ്ങളുടെ അടുത്തുള്ളതാകുന്ന ക്ഷേത്രത്തിൽ അവിടെ കാവടിയാട്ടമോ പടയണിയോ എന്ത് നടന്നാൽ എനിക്കെന്താ വിഷയം? അതുപോലെ മാത്രമേ ആ കൂട്ടത്തെ കരുതാവൂ. They are not Christians. എന്താ അല്പം ഒരു ബുദ്ധിമുട്ട് പോലെ ചിലർക്ക്? ബുദ്ധിമുട്ടിയാലേ എനിക്ക് വിഷയമില്ല, ഇതാ ട്രൂത്ത്. They are not Christians. യേശുവിൻ്റെ നാമം പറയുന്നുണ്ടാകാം, വേദപുസ്തകം കയ്യിലുണ്ടാകാം, ഇതൊക്കെ ഉണ്ട്, പക്ഷെ ഡിസെപ്ഷനാണത്. They are not Christians. They are not God's children. Because Jesus nowhere promised any of those things which they claim Jesus is going to give. No, Jesus never said that. Show me one verse from the New Testament. I will recant what I said today. യേശു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് ഒരു വാക്യം കാണില്ല. നോ. പിന്നെന്താ? അപ്പൊ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? ഈ വിശ്വാസത്തെ പൂർവന്മാർക്ക് എന്തോ കിട്ടി? സാക്ഷ്യം കിട്ടിയേ. ഇനി നമ്മൾ 39ാമത്തെ വാക്യം വായിച്ചല്ലോ, അവർ എല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചു. അപ്പൊ വിശ്വാസത്താൽ അവർക്കെല്ലാം എന്തോ കിട്ടി? സാക്ഷ്യം. ഇനി ഈ അവർ ആരാ? എൻ്റെ ഒപ്പം വരണേ, ഒരു അശ്രദ്ധയും പാടില്ല. കാരണം ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ ആണി തറയ്ക്കുന്നത് പോലെ അടിച്ചടിച്ച് കയറ്റിയാലേ പറ്റൂ. ഇതെത്ര പറഞ്ഞാലും അടുത്ത ആഴ്ച വേറൊരാൾ വന്ന് ഈ ചരക്കിറക്കിയാൽ അതിന് ഹല്ലേലൂയ പറയുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നേ. ദാറ്റ് ഈസ് അപ് ടു യു. ഐ ഡോണ്ട് കെയർ. അതുകൊണ്ട്
ഞാനിവിടെ ഉണ്ടെന്നും കണ്ട് ഇത് കേട്ട് ഹല്ലേലൂയ പറ, അയ്യോ പാസ്റ്റർക്ക് അതൊന്നും എനിക്ക് വിഷയമല്ല സഹോദരങ്ങളെ. നിങ്ങളുടെ ഉള്ളിൽ ആ യഥാർത്ഥ വിശ്വാസത്തിന്റെ വിത്ത് വീണിട്ടുണ്ടെങ്കിൽ എന്തെന്ന് നന്മ തിന്മകളെ നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു മെക്കാനിസം വീണ്ടും ജനനത്താൽ ഒരു വ്യക്തിയിൽ ഉണ്ടാകും. അല്പമായിട്ടുള്ള ഡീവിയേഷൻസ് ഒക്കെ ഉണ്ടാകും, അബദ്ധധാരണകൾ ഉണ്ടാകും. എനിക്കും അങ്ങനെയൊക്കെയാണ് ഉണ്ടായത്. ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങിയപ്പം ഒരാൾ വന്ന് പറഞ്ഞു, അയ്യോ ഇന്നാളിനെ കർത്താവ് അവൻ്റെ കുടുംബത്തിൽ നിന്ന് ഇന്നാൾ മാത്രം ഇറങ്ങി ഭയങ്കരമായിട്ട് ഉയർത്താൻ പോവാം. അപ്പം ഞാൻ ഓർത്തെന്തോ ഭയങ്കര അങ്ങനെയൊക്കെയാണ് ഞാൻ ആദ്യം കരുതിയത്. പിന്നെ പുസ്തകം പഠിച്ചപ്പോഴാണ് മനസ്സിലായ ഒന്നും ഇല്ലെന്നേ. എന്താ മനുഷ്യന്റെ ഉയർച്ച, എന്താ ലോകത്തിലെ ഉയർച്ച? ദൈവത്തിന്റെ അപ്രൂവൽ അല്ലേ ഏറ്റവും വലിയ വിഷയം. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളെല്ലാം പട്ടിണി പാവങ്ങളാകണമെന്നൊന്നുമല്ല. ഐ നെവർ സെഡ് ദാറ്റ്. നിങ്ങൾ പറയും അങ്ങനൊരു പ്രോസ്പിരിറ്റിയുടെ പ്രസംഗം, ഇങ്ങനൊരു പോവർട്ടിയുടെ പ്രസംഗം. നോ ഐ ഡോണ്ട് പ്രീച്ച് പോവർട്ടി. ഐ ഡോണ്ട് തിങ്ക് പോവർട്ടി ഈസ് എ ഗുഡ് തിങ്. ഐ ഡോണ്ട് തിങ്ക്. ഞാൻ മനസ്സിലാക്കുന്നില്ല അങ്ങനെ. അതല്ല വിഷയം. ദൈവവചനം എന്താ പഠിപ്പിക്കുക? കഴിഞ്ഞ ദിവസവും നമ്മൾ ചിന്തിച്ചല്ലോ, 1-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന വിശുദ്ധന്മാർക്ക് വീടുകളുണ്ടായിരുന്നു. അത് പാപമൊന്നുമല്ലായിരുന്നു, ഇല്ലേ? വീടുകളുണ്ടായിരുന്നവർക്ക്. അക്വിലാസിനും പ്രിസ്കില്ലയ്ക്കും 2 പട്ടണത്തിലായിരുന്നു വീട്. അത് വലിയ പാപമൊന്നുമില്ല. പിന്നെ ഒരു പക്ഷേ അത് അവർ വിട്ടിട്ടായിരിക്കും, അത് റെന്റഡ് ആണോ അതൊന്നും എനിക്കറിയത്തില്ല. എഫെസോസിലും ഉണ്ടായിരുന്നു, കൊരിന്തിലും ഉണ്ടായിരുന്നു. അതാ വായിക്കുന്നത്. സോ ദാറ്റ് ഈസ് നോട്ട് എ സിൻ. അത് അതിൽ തന്നെ പാപമൊന്നുമല്ല. എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്നുള്ളതാ വിഷയം. അതാ വിഷയം. അക്വിലാസിന്റെയും പ്രിസ്കില്ലയുടെയും വീട് സുവിശേഷത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു. അല്ലെങ്കിൽ കൊലോസിയിലുള്ള നിംഫയുടെ വീട് സുവിശേഷത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടിയിട്ടായിരുന്നു, ബൈബിൾ ക്ലാസിന് വേണ്ടിയിട്ടായിരുന്നു, സഭയുടെ കൂടിവരവിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ അത് അതിൽ തന്നെ തെറ്റൊന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാ അയാൾ പോവർട്ടി പ്രസംഗിക്കും. നോ, ഐ എം നോട്ട് പ്രീച്ചിങ് പോവർട്ടി. അതല്ല ഞാൻ പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചേ, 39-ാമത്തെ വാക്യത്തിൽ അവർ എല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്ദത്ത നിവൃത്തി. അപ്പൊ എന്തായിരുന്നു വാഗ്ദത്തം? നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് ഈ കൊച്ചു ജീവിതത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ആ വാഗ്ദത്തമെന്ന. അങ്ങനല്ല. നമ്മൾ കണ്ടല്ലോ, അതിൻ്റെ 10-ന്റെ അവസാന ഭാഗത്ത് ഒരു വാഗ്ദത്തം ഉറപ്പായിട്ട് കൊടുത്തിട്ടുണ്ട്. വരാനുള്ളവൻ വരും. വരാനുള്ളവൻ വരും, അതാ വാഗ്ദത്തം. അപ്പൊ വരാനുള്ളവൻ വരുമെന്ന് വിശ്വസിക്കുന്നവൻ എങ്ങനെ ജീവിക്കും? എൻ്റെ നീതിമാൻ വിശ്വാസാ ജീവിക്കും. ആ വിശ്വാസം എങ്ങനെ ഇരിക്കും? അതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ പറയുന്നത്. ഹൗ ഡസ് ഇറ്റ് ലുക്ക് ലൈക്ക്? അതെങ്ങനെ ഇരിക്കും? അത് പറഞ്ഞു വരുമ്പം പൂർവന്മാർക്ക് സാക്ഷ്യം കിട്ടി. അപ്പോൾ അവർക്ക് സാക്ഷ്യം കിട്ടി. ഒരാളുടെ സാക്ഷ്യം അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്നുള്ളതായിരുന്നു സാക്ഷ്യം. ഇവിടെ 39-ാമത്തെ വാക്യത്തിൽ അവരെല്ലാം സാക്ഷ്യം ലഭിച്ചു. ഇനി സാക്ഷ്യം ലഭിച്ചവരെ കുറിച്ച് എഴുതിയിരിക്കുന്നത് എന്താ? 2 കാര്യങ്ങളുണ്ട്, 2 കാറ്റഗറി ഉണ്ട് അവർ. 33 മുതൽ ഒന്ന് വായിച്ചു. നമ്മൾ ആ കോണ്ടെക്സ്റ്റ് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വേദഭാഗം ഒന്ന് എടുക്കുന്നത്. വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി നീതി നടത്തി വാഗ്ദത്തം പ്രാപിച്ചു. ഇതെല്ലാം തന്നെ അവിടെ വാഗ്ദത്തം പ്രാപിച്ചെന്ന് എഴുതിയെങ്കിലും താഴോട്ട് പറയുന്നുണ്ട് വാഗ്ദത്ത നിവൃത്തി. അപ്പോൾ താൽക്കാലികമായിട്ട് ദൈവം അവരെ ഏൽപ്പിച്ച ശുശ്രൂഷകളുണ്ട്. എന്താ ശുശ്രൂഷകൾ? ചിലരെ രാജ്യം ഭരിക്കാനായിട്ട് ദൈവം ഏൽപ്പിച്ചു. ചിലരെ വലിയ യഹോവയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ദൈവം എന്ത് ചെയ്തു? ഏൽപ്പിച്ചു. മറ്റു ചിലരെ നമ്മൾ വായിക്കുന്നത് ആ സിംഹങ്ങളുടെ വായ അടയ്ക്കാൻ. ദാനിയേലിനെ കുറിച്ച് അങ്ങനല്ലേ വായിക്കുന്നേ, ഇല്ലേ? സിംഹങ്ങളുടെ വായടച്ചു, തീയുടെ ബലം കെടുത്തു. അവിടെ ദാനിയേലിന്റെ പ്രവചനത്തിലുണ്ട്. പിന്നെ വാളിന്റെ വായ്ക്ക് തെറ്റി
ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു. യെസ്, യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു. യെസ്. അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു. സ്ത്രീക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. ഇതെല്ലാം അവിടെ എഴുതിയിട്ടുണ്ട്. എങ്ങനെ? ബിക്കോസ് ദർ അൺവേവറിംഗ് ട്രസ്റ്റ് ഇൻ എ ഗോഡ് ഹു ഈസ് ഓൾ മൈറ്റി. ഇതെല്ലാം അവർക്ക് സാധിച്ചത് സർവശക്തനാകുന്ന ഒരു ദൈവത്തിലുള്ള അവളുടെ അചഞ്ചലമായ ആശ്രയം കൊണ്ടാണ്. അല്ലാതെ അവരാരും ഇത് സങ്കല്പിച്ചുണ്ടാക്കിയേച്ച് ഇന്ന് ഞാൻ അവിടെ പോകാൻ പോവാണ്, ഞാൻ കാണുന്നു കോട്ടമതിൽ താഴെ വീഴുന്നു, അങ്ങനൊന്നും കണ്ടില്ലെന്നേ. ഇൻഫാക്ട് അവരിങ്ങനെ ബോഷന്മാരെ പോലെ ചുറ്റി നടക്കുക. മതിലിലുള്ളവരെല്ലാം ചിന്തിച്ചു കാണും, അയ്യോ വിഡ്ഢികൾ, വിഡ്ഢികൾ, ഇവരെന്താ ചെയ്യുന്നത്? അല്ലാതെ അവരാരും വരച്ചു വെച്ചില്ല, എരിഹോ കോട്ട ഇവിടം തകരും ഇവിടം തകരും എന്നിട്ട് വരച്ചു വെച്ച് എഴുതി വെച്ച് അങ്ങനെയൊന്നുമല്ല. They simply took God's word at its face value. That's all. അത്രേ അവർ ചെയ്യുള്ളൂ. ദൈവമാ പറഞ്ഞതെങ്കിൽ ഞങ്ങൾ ദൈവത്തെ വിശ്വസിക്കുക. മനസ്സിലായോ? അല്ലാതെ ഇന്നത്തെ ചില പാട്ടുണ്ട്, എനിക്ക് ചില പാട്ടുകളോട് ഭയങ്കര, നിങ്ങൾ ചിന്തിക്കരുത്, ആ പാട്ടുകാരോടുള്ള വിരോധമല്ല. കാണുന്നു ഞാൻ വിശ്വാസത്താൽ ചെങ്കടൽ പിളരുന്നു. എവിടെ പുസ്തകത്തിലുള്ളത്? ഇൻഫാക്ട് ചെങ്കടലിന്റെ തീരത്ത് എന്ന് നിന്നപ്പോഴും ഇസ്രായേൽ മക്കൾ പറയും, അയ്യോ അവരിത് വല്ലതും കണ്ടോ? കണ്ടില്ല. മോശ കണ്ടോ? മോശയും കണ്ടില്ല. മോശയ്ക്ക് അറിയത്തില്ല. ഇൻഫാക്ട് മോശയോട് ദൈവം പറയുക, നീ എന്തിനാ എന്നോട് നിലവിളിക്കുന്നത്? ഉള്ളി കരയുക. പുറത്തൊരു ബ്രൈവ് ഫ്രണ്ട് ഒക്കെ എടുത്തിങ്ങനെ നിൽക്കുക വടിയും പിടിച്ചുകൊണ്ട്, പക്ഷെ ഉള്ളിൽ എന്തുവാ? കരച്ചില്ല. അവിടെ അങ്ങനെ എഴുതിയേക്കുന്നത് വായിച്ചിട്ടുണ്ടോ ആ ഭാഗം പുറപ്പാട് പുസ്തകത്തിൽ? നീ എന്തിനാ എന്നോട് നിലവിളിക്കുന്നത്? Moses was not seen to be crying, but God who sees what's going on in his heart saw the crying. He was crying in fact. ദൈവമേ എന്താണ് ചെയ്യാൻ പോകുന്നത്? അന്നേരം പറഞ്ഞു, വടിയെടുത്തങ്ങോട്ട്. മോശ എന്തോ ചെയ്തു? കണ്ണും അടച്ച് ദൈവം പറഞ്ഞതാണോ ഞാനത് ചെയ്യും. പ്രിയപ്പെട്ടവരെ, ദൈവം പറഞ്ഞതിനെ കണ്ണും അടച്ച് അനുസരിക്കുന്നതിന്റെ പേരാണ് വിശ്വാസ ജീവിതം. ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ യാഗാർപ്പണത്തിന് പോകുമ്പോൾ എൻ്റെ സഹോദരന് എന്നോട് എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നിയാൽ യാഗം അർപ്പിക്കുന്നതിന് മുമ്പ് ഞാനെന്തോ ചെയ്യണം? ഇച്ചിരി ബുദ്ധിമുട്ടായില്ലേ? അതിനേക്കാളും വലിയ ബുദ്ധിമുട്ടായിരുന്നു മോശയ്ക്ക്. ഇതാ പ്രശ്നം. ഇനി ഞാൻ പറയാം, ഇന്ന് പറയുന്നില്ല, പിന്നെ പറയാം. എല്ലാം കൂടെ അങ്ങ് പറഞ്ഞ് നിങ്ങളെ വിഷമിപ്പിക്കണ്ട. ദൈവം പറഞ്ഞിട്ടുണ്ടോ? Whether it suits my imagination or not, whether it agrees with my convenience or not, whether somebody will be against me because I obey God, I simply trust him and I simply obey him. That is called faith. അല്ലാതെ നമുക്കിന്ന് എളുപ്പവഴി പലതും വേണം. കർത്താവ് പറഞ്ഞത് അനുസരിക്കാൻ നമുക്ക് മനസ്സില്ല. അതുകൊണ്ടാണ് വിശ്വാസത്തിന്റെ 5-ാം പ്രതലോ 6-ാം പ്രതലോ ഒക്കെ മേടിച്ച് വായിച്ച ചെയ്താ വിശ്വാസം എന്ന് ചിന്തിക്കുന്നേ. അതൊന്നും അല്ല വിശ്വാസം. വേദപുസ്തകവുമായിട്ട് അതിനൊരു പുലബന്ധം പോലുമില്ല. ഡോണ്ട് ഗെറ്റ് മീ റോങ്. ഇയാളാരാ വലിയ വലിയ ആൾക്കാരെയൊക്കെ പറയാൻ? ആരും ആകട്ടെ, ദൈവം മാത്രമേ വലിയവനായിട്ടുള്ളൂ. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിക്കുക. വിശ്വാസം എന്ന് പറയുന്നത് നാം ചിന്തിക്കുന്ന പോലെ അല്ല. ഐ ഒബേ ഗോഡ്. അതാണ് നമ്മൾ കാണുന്നത്.
ഇനി അവിടെ വായിച്ചേ, ഇന്ന് ഈ ഭാഗം കൊണ്ട് അങ്ങ് തീർക്കാനേ പറ്റുള്ളൂ. വായിച്ചു. സ്ത്രീകൾക്ക് തങ്ങളെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനായി തിരികെ കിട്ടി. മറ്റു ചിലർ ഏറ്റവും ഇനി ശ്രദ്ധിക്കണം, വിശ്വാസം കൊണ്ട് ചിലർ ഈ രാജ്യം ഭരിച്ചു, സിംഹങ്ങളുടെ വായടച്ചു, തീയുടെ ബലം കെടുത്തു എന്നൊക്കെ പറയുമ്പോൾ സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ. എന്നാ അടുത്തത് വായിച്ചു. മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു. എന്ന് പറഞ്ഞാൽ ഉദ്ധാരണം കൈക്കൊള്ളാനുള്ള അവസരം ഉണ്ടായിരുന്നു, പക്ഷെ അത് ആ ചോയ്സ് എടുത്തില്ല. ക്രിസ്തു സഭയുടെ ചരിത്രം നോക്ക്. പോളികാർപ്പ് മുതലുള്ള സകല രക്തസാക്ഷികളെയും വായിച്ചു നോക്ക്. ഫൈനൽ മൊമെന്റിൽ ഒരവസരം കൊടുത്തു പോളികാർപ്പ്. യേശു കർത്താവാണ് എന്നുള്ളത് മാറ്റിയിട്ട് സീസർ ഈസ് ലോർഡ് എന്ന് പറഞ്ഞേച്ചാൽ മതി, യു ആർ ഫ്രീ. അദ്ദേഹം പറഞ്ഞതെന്താണെന്നറിയാമോ? റൈറ്റ് ഫ്രം മൈ ഇൻഫൻസി, കഴിഞ്ഞ 86 വർഷങ്ങൾ ഞാൻ ഈ കർത്താവിനെ സേവിച്ചു. അവിടുന്ന് എനിക്ക് ഒരു ദോഷവും ചെയ്തിട്ടില്ല. നോ, I will not say Caesar is Lord, rather Jesus is Lord. ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു. വില്യം ടിൻഡേൽ അദ്ദേഹത്തിന്റെ ആകപ്പാടെ ഉണ്ടായിരുന്ന കുറ്റം വേദപുസ്തകം സാധാരണക്കാരന്റെ ഭാഷയിലേക്ക് തർജ്ജിമ ചെയ്തെന്നുള്ളതായിരുന്നു വിഷയം. ഇംഗ്ലണ്ട് നിൽക്കാൻ വയ്യാഞ്ഞിട്ട് ജർമ്മനിക്ക് ഓടിപ്പോയി. അവിടെ നിന്ന് ചില സഹോദരന്മാരുടെ അവരുടെ സഹായത്തോടുകൂടെ അവിടെ നിന്ന് പുതിയ നിയമം പ്രിന്റ് ചെയ്ത് ഇംഗ്ലണ്ടിലോട്ട് കള്ളക്കടത്ത് നടത്തി, സ്മഗിൾ ചെയ്തു. കാരണം ജർമ്മനിയിൽ പ്രശ്നമില്ല, ഇംഗ്ലണ്ടിലാണ് പ്രശ്നം. ഒടുവിൽ അദ്ദേഹത്തെ ഒരു കള്ള സഹോദരൻ, അങ്ങനെയാ വിളിക്കേണ്ടത്, കള്ള സഹോദരൻ എന്ന്, അത് ആ വിഷയം പൗലോസിനും ഉണ്ടായിട്ടുണ്ട്. കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്. ഒരു കള്ള സഹോദരൻ നല്ല സഹോദരനായിട്ട് അഭിനയിച്ചു, അദ്ദേഹത്തെ വശീകരിച്ച്, കുഴപ്പമൊന്നുമില്ല എല്ലാം ഓക്കെയാ എന്നൊക്കെ പറഞ്ഞ് വശീകരിച്ച് ഇംഗ്ലണ്ടിൽ കൊണ്ടുവന്നു. അദ്ദേഹത്തെ പിടിച്ചു. ഹി വാസ് ആ തൂണിൽ കെട്ടി. ഇതൊക്കെ റീസെന്റ് എന്ന് പറഞ്ഞാൽ മധ്യ കാലഘട്ടത്തിൽ നടന്ന ചരിത്രം, വ്യക്തമാകുന്ന ഡോക്യുമെന്ററി എവിഡൻസ് ഉള്ള കാര്യങ്ങളാണ്. ആ തൂണിൽ കെട്ടി വിറകടുക്കി അവസാനം ഒരു ചോദ്യം ചോദിച്ചു. വില്യം ടിൻഡേൽ, can you recant what you have believed? നീ വിശ്വസിച്ചതും ചെയ്തതും തെറ്റിപ്പോയെന്നൊന്ന് ഏറ്റു പറയാമോ? വില്യം ടിൻഡേൽ പറഞ്ഞു. ഒരു മറുപടിയും കൊടുത്തില്ല. അവസാനത്തെ പ്രയർ എന്താണെന്നറിയോ? ലോർഡ്, ഓപ്പൺ ദ ഐസ് ഓഫ് ദ കിങ് ഓഫ് ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ കണ്ണുകളെ തുറക്കണമേ. അതായിരുന്നു ലാസ്റ്റ് വാക്കുകൾ. വിശ്വാസം എന്താ? വിശ്വാസം എന്നാൽ വേറെ ചിലർ അവര് ഉദ്ധാരണം കൈക്കൊള്ളാതെ എന്ന് പറഞ്ഞാൽ കൈക്കൊള്ളാനുള്ള ചോയ്സ് ഉണ്ടായിരുന്നു, പക്ഷെ അത് ചൂസ് ചെയ്തില്ല, ഭേദ്യമേറ്റു. അതാണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവത്തെയും അവിടുത്തെ വചനത്തെയും അനുസരിപ്പാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏതറ്റം വരെ പോകും, മരണം വരെ പോയാലും എനിക്കത് വിഷയമല്ല. അതിൻ്റെ പേരാണ് എന്ത്? വിശ്വാസം. പ്രിയപ്പെട്ടവരെ, നമ്മളോട് ഫീഡ് ചെയ്യുന്ന ആ മിൽക്കി ടൈപ്പ് ഓഫ് ഫെയ്ത്ത് ഒന്നും വിശ്വസിക്കല്ലേ. അതൊന്നും പുസ്തകത്തിലുള്ളതല്ല, അതൊക്കെ ലൂസിഫറിൻ്റെ പുസ്തകത്തിലേതാ. അപ്പം നിങ്ങൾ ഇന്നാളാരണ്ട് ഇതുപോലെ പറഞ്ഞപ്പോൾ ചോദിച്ചു, ഏതാ പാസ്റ്റർ ആ ലൂസിഫറിൻ്റെ പുസ്തകം? ഞാൻ മനസ്സിലാക്കി, എൻ്റെ പൊന്നെ,
എൻ്റെ പ്രിയപ്പെട്ടവരെ, അവിടെ ശ്രദ്ധിച്ചേ, ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യം വിറ്റു. അടുത്തത്, വേറെ ചിലർ പരിഹാസം, ചമ്മട്ടി, ചങ്ങല. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിശ്വാസം കൊണ്ട് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതാണെങ്കിൽ, ഈ ലോകത്തിൽ വലിയ സൗധം പണിയുന്നതാണെങ്കിൽ, ഇവരൊക്കെ മണ്ടന്മാരല്ലായിരുന്നു. ഇവരെ പോലെ മണ്ടന്മാർ വേറെ ആരുണ്ട്? കാരണം പൗലോസ് ഒരിക്കലും അത് ചോദിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 15-ാമത്തെ അധ്യായത്തിൽ, ഞങ്ങൾ ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വെച്ചുകൊണ്ടിരുന്നാൽ ഞങ്ങൾ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. ഈ ആയുസ്സിൽ മാത്രമാണ് നമ്മുടെ പ്രത്യാശ. ഇവിടെ ദൈവം നമുക്ക് സുഖം തരട്ടെ, സ്തോത്രം. ഇവിടെ ദൈവം നമുക്ക് സൗകര്യം തരട്ടെ, സ്തോത്രം. നന്ദിയോട് അനുഭവിച്ചോ. എന്നാൽ കർത്താവിനെ ആശ്രയിക്കുന്നത് നിമിത്തം അസൗകര്യങ്ങൾ ഉണ്ടായാലും ഞാൻ എൻ്റെ കർത്താവിനെ വിട്ടുപോകാൻ ഒരുക്കമല്ലെന്ന് പറയുന്നതിൻ്റെ പേരാണ് വിശ്വാസം. വില കൊടുക്കാൻ ഞാൻ തയ്യാറാണ്, അതിൻ്റെ പേരാണ് വിശ്വാസം. ആ വിശ്വാസമാണ് ദൈവം സാക്ഷ്യപ്പെടുത്തുന്ന വിശ്വാസം. അല്ലാതെ ഇവിടെ ഞാൻ എന്തോ ഉണ്ടാക്കിയെന്നുള്ളതല്ല ദൈവം സാക്ഷ്യപ്പെടുത്തുന്ന വിശ്വാസം. A faith that wins God's approval is believing God, believing His word, obeying His word, even when it hurts me, even when it hurts or it humbles my pride. ബൈബിൾ ക്ലാസ്സിൽ പറഞ്ഞതൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, കാരണം എല്ലാവരും ഇല്ലായിരുന്നു. ഒരാളോട് സോറി എന്ന് പറയാൻ പ്രൈഡ് സമ്മതിക്കില്ല. ഇനിയും ട്രൂലി റിപ്പന്റ് ചെയ്യുന്ന ഒരാളെ അക്സെപ്റ്റ് ചെയ്യാനും നമ്മുടെ പ്രൈഡ് സമ്മതിക്കില്ല. പ്രൈഡാ, അഹങ്കാരമാ. എന്നാൽ if I obey God, Lord, I don't care. I don't care I am humiliated. I don't care. I obey you, Lord. അതിന് there will be a seal of approval. Sorry, sorry എന്ന് പറയുക. ആ സോറി ട്രൂലി ഉണ്ടാകണം, കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടല്ല. നമ്പർ 1. 2, അതിനെ അക്സെപ്റ്റ് ചെയ്യാനും തയ്യാറാകണം. അങ്ങനെ ഞാൻ ചെയ്യുമ്പം ഞാനിച്ചിരി ഹ്യൂമിലിയേറ്റഡ് ആകും. ഞാനായിരുന്നു ശരി. ഇപ്പം എല്ലാവരും ചിന്തിക്കുമല്ലോ ഞാനാ തെറ്റുകാരനെന്ന്. ചിന്തിച്ചോട്ടെ, കർത്താവ് പറഞ്ഞിട്ടാണോ ചെയ്യുന്നത്? കർത്താവ് പറഞ്ഞിട്ടാണോ ചെയ്യുന്നത്? എങ്കിൽ യു വിൽ ഹാവ് എ സീൽ ഓഫ് അപ്രൂവൽ. കർത്താവ് പറയും, ദിസ് ചൈൽഡ് ഓഫ് മൈൻ, ഈ എൻ്റെ കുഞ്ഞ്, അവൻ എന്നെ ആശ്രയിക്കുന്നവനാ, അല്ലെ അവൾ എന്നെ വിശ്വസിക്കുന്നവളാ. അല്ലെങ്കിൽ അവൻ ആ പ്രൈഡം പിടിച്ചുകൊണ്ടിരിക്കുകയല്ല, ഹ്യൂമിലിയേറ്റഡ് ആയിട്ടും എന്നെ ഒബേ ചെയ്യാൻ ആ എൻ്റെ കുഞ്ഞിന് കഴിഞ്ഞല്ലോ. ദർ കംസ് എ സീൽ ഓഫ് അപ്രൂവൽ. മനുഷ്യൻ അപ്രൂവ് ചെയ്യുന്നതല്ല പ്രിയപ്പെട്ടവരെ വിഷയം. അൾട്ടിമേറ്റ്ലി മനുഷ്യൻ്റെ അപ്രൂവൽ അല്ല നമ്മൾ നോക്കേണ്ടത്, ദൈവത്തിൻ്റെ അപ്രൂവലാ. വിശ്വാസത്താൽ അവർക്കെല്ലാം എന്ത് കിട്ടി? സാക്ഷ്യം കിട്ടി. അവിടെ നിങ്ങൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ പരിഹാസം, ചമ്മട്ടി, ചങ്ങല, തടവ് ഇവയാലുള്ള പരീക്ഷ അനുഭവിച്ചു, കല്ലേറേറ്റു, ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു,
വാളാൽ കൊല്ലപ്പെട്ടു. ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു. ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ചു. കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്നു വലഞ്ഞു. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. ആർക്കാ യോഗ്യമല്ലാതിരുന്നേ? നമ്മളിവരെ വിളിക്കുന്നത് എന്താണെന്നറിയാമോ? വിശ്വാസ വീരന്മാരെന്ന. അങ്ങനെ ഒരു പദമൊന്നും ഇവിടെങ്ങില്ല കേട്ടോ, നമ്മളങ്ങ് വിളിക്കുന്ന. പക്ഷെ ഈ വിശ്വാസ വീരന്മാരുടെ ചരിത്രമായി എഴുതിയേക്കുന്നേ. കല്ലേറ് കൊണ്ട് വീണു, പരിഹസിക്കപ്പെട്ടു, ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു. അപ്പൊ ആ വിശ്വാസം എന്തോ വിശ്വാസം? നമ്മൾ കേട്ടിട്ടുള്ള വിശ്വാസവുമായിട്ട് ഇതിനൊരു പൊരുത്തവും കാണുന്നില്ലല്ലോ ഉപദേശി. അങ്ങനെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വായിക്കണം. ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും ഇവരാരും ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ചത് അവരുടെ തെറ്റായ ജീവിത രീതിയും കൊണ്ടൊന്നുമല്ല. തെറ്റായ ജീവിത രീതിയും കൊണ്ടൊന്നുമല്ല. അവരെല്ലാം ബുദ്ധിമുട്ടും കഷ്ടമൊക്കെ അനുഭവിച്ചത് യഹോവ ഭക്തരായി ജീവിച്ചിരുന്നത് കൊണ്ടാണ്. അതാണ് പഴയ നിയമത്തിൽ ഒരു സഹോദരി തൻ്റെ ഭർത്താവിനെ കുറിച്ച് പറയുന്ന ഒരു സാക്ഷിയുണ്ട്. എന്നാന്നറിയാം? ഏലിശ എന്ന് പറയുന്ന ആ പ്രവാചകൻ്റെ അടുത്ത് വന്നേച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. പ്രവാചക, അങ്ങയുടെ ദാസനായിരുന്ന എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. ഞങ്ങൾ വളരെ കഷ്ടത്തിലാണ്. അവൾ വന്ന് പരിഭവം പറയുന്നേ, അങ്ങേര് ജീവിച്ചിരുന്നപ്പം രാവിലെ പുസ്തകവും കഷ്ടത്തിൽ വെച്ചുകൊണ്ട് അങ്ങ് പോകുമായിരുന്നു, വീട്ടിലെന്താണെന്ന് അന്വേഷിച്ചില്ല. അതൊന്നുമല്ല പറയുന്നത്. അവർ പറയുന്നത് എന്താ? നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് യഹോഭക്തന് ബുദ്ധിമുട്ടുണ്ടാകുമോ? ചിലപ്പോൾ ഉണ്ടാകും. അതുണ്ടായത് അദ്ദേഹം ഒരുപക്ഷെ പല വേദപഠിതാക്കളും വിശ്വസിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ പ്രശ്നം ഉണ്ടായതിൻ്റെ കാരണം തന്നെ ബാലിന് മുട്ടുമടക്കാത്ത അനേകരെ എനിക്ക് വേണ്ടി ശേഷിച്ചിട്ടുണ്ടെന്ന് പിന്നീട് ദൈവം ഏലിയാവിനോട് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ആ ലൈൻ ഓഫ് പ്രൊഫസിയിൽ പ്രവാചക ശിഷ്യനായി വന്ന ഇദ്ദേഹം ഒരു പക്ഷേ തൻ്റെ വസ്തുവകകൾ ആ ക്ഷാമകാലത്ത്, ആ ഹോസ്റ്റൈലായിട്ടുള്ള സന്ദർഭത്തിൽ അത് വിറ്റിട്ടാകാം ഈ സഹോദരന്മാരെയൊക്കെ സംരക്ഷിച്ചത്. അതാകാൻ കാരണം വി ഡോണ്ട് നോ. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ഈ സഹോദരിക്ക് അദ്ദേഹത്തെക്കുറിച്ച് പരാതിയില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം അദ്ദേഹം ചുമ്മാതെ കാണുന്നത് പോലെയും തോന്നുന്നത് പോലെയും ജീവിച്ചയാളല്ല. അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ച ആളല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. പക്ഷെങ്കിൽ വലിയ കഷ്ടത്തിലായി. They all lived by faith. അവരെല്ലാം വിശ്വാസത്താലാണ് ജീവിച്ച്. ബുദ്ധിമുട്ടേറ്റു, ഉപദ്രവവും കഷ്ടവും സഹിച്ചു. കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്ന് വലഞ്ഞു. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. ലോകം യോഗ്യമായിരുന്നില്ല. ആർക്ക്? വിശ്വസിച്ചവർക്ക്. ഏത് തലമുറയിലും ദൈവത്തെ ആഴമായി വിശ്വസിക്കുന്ന ഒരു ഭക്തനും ലോകം യോഗ്യം ആകയില്ല. ലോകം എനിക്ക് യോഗ്യമാകുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ ലോകവുമായിട്ട് കോംപ്രമൈസ് ചെയ്തെന്ന. കുറച്ച് നാൾ മുമ്പ് കോട്ടയത്തൊരു വലിയ സമ്മേളനം നടന്നു. അവിടുത്തെ ഒരു പ്രസംഗകൻ BJP-കാരനായിരുന്ന, BJP-യുടെ മന്ത്രിയായിരുന്ന O. രാജഗോപാലായിരുന്നു ഒരു പ്രസംഗകൻ. ഞാൻ പോയില്ല, ഞാൻ പോവുകയുമില്ല.
അന്ന് ഞാൻ ഇന്ത്യയിലില്ലായിരുന്നു താനും. ഒരാൾ എന്നോട് പറഞ്ഞത്, എൻ്റെ ഉപദേശി കാണണമായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കും കേട്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവർക്കൊക്കെ വചനം അറിയാമായിട്ടൊന്നുമല്ല. ഈയിടെ കണ്ടു VD സതീശൻ പ്രസംഗിച്ചെന്നും പറഞ്ഞു. അയാൾ പ്രസംഗിക്കുന്നതായിട്ട് കൺവിക്ഷൻ ഉണ്ടായിട്ടാന്നു. അയക്ക് നിങ്ങളുടെ വോട്ട് കിട്ടണം, അതിൽ കവിഞ്ഞ കാര്യം എന്താ? കുറച്ച് നാൾ മുമ്പ് VS അച്യുതാനന്ദൻ പ്രസംഗിച്ചു, എതിർ ക്രിസ്തു വരുന്നെന്നും പറഞ്ഞു നിയമസഭയെ എൻ്റെ പ്രിയപ്പെട്ടവരെ, അവരൊക്കെ ഒരു ഭയവുമില്ലാതെ വിശുദ്ധന്മാരുടെ സഭകളിൽ വരുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം we have compromised. We need their help in our ill-gotten gains. എന്തുകൊണ്ടാണ് എനിക്ക് അവരുടെയൊക്കെ ഹെൽപ്പ് വേണ്ടത്? ഇൽ-ഗോട്ടനായിട്ട് പലതുണ്ട്. ഇത് സംരക്ഷിക്കണമെങ്കിൽ രാഷ്ട്രീയക്കാരുടെ ഒത്താശ വേണം. നിങ്ങളെന്നോട് പിണങ്ങരുത്. അതുകൊണ്ടാണ് നമ്മുടെ കൺവെൻഷൻ വേദികളിൽ ഇവരൊക്കെ കയറി, അവർ കൺവെൻഷന് വരല്ലെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, അവർ വരട്ടെ, അവർക്ക് മാന്യമാവുന്ന ഒരു ഇരിപ്പിടം കൊടുക്കുക, അവർക്കൊരു വേദപുസ്തകം പ്രസന്റ് ചെയ്യുക, സുവിശേഷം അവരോട് പ്രസംഗിക്കുക, അത്രയും ചെയ്താൽ മതി. അല്ലാതെ വിശുദ്ധന്മാരുടെ സഭകളിൽ ദൈവമില്ലാത്ത രാഷ്ട്രീയക്കാരനെ കയറ്റി പ്രസംഗിക്കുന്നതിൻ്റെ വ്യക്തമാകുന്ന ആ അകത്തുള്ള രോഗം എന്താണെന്നറിയാമോ? We have compromised with the world. We talk about faith. ഫെയ്ത്ത് ഫെസ്റ്റിവലിലാണ് ഇയാളെ കയറ്റി പ്രസംഗിപ്പിക്കുന്നത്. എന്തിനെ? ഫെയ്ത്ത് ഫെസ്റ്റിവൽ. പക്ഷെ ഇവിടെ എന്താ പറയുന്നേ? ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ലെന്ന്. എന്ന് പറഞ്ഞാൽ ലോകക്കാരെ എല്ലാം വെറുപ്പിക്കണമെന്നല്ല പറഞ്ഞത്. ചിലരുടെ എന്താ ലോകക്കാരെ എല്ലാം വെറുപ്പിക്കണമെന്നാ വിശ്വാസിയായാൽ. അങ്ങനാണോ? ഒരു വാക്യം കൂടെ വായിച്ചു ഞാൻ അവസാനിപ്പിക്കുക. ഒറ്റ വാക്യം വായിച്ചാൽ മതി. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം, അതിന് 46-47. ഇന്നലെ നമ്മൾ 46-ാം വാക്യം വായിച്ച അതൊന്ന് ചേർത്ത് വായിച്ചു. ഒരുമനപ്പെട്ടു ദിനം പ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട്. നമ്മള് സത്യത്തിൽ ദൈവാലയമാകട്ടോ, ദേവാലയമല്ല. ഓക്കെ, ഇനി നമ്മൾ നമുക്കൊക്കെ ആ തെറ്റ് വരും. ഓക്കെ, എനിവേ വായിച്ചു. ദൈവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിച്ചു, സകല ജനത്തിന്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. സകല ജനത്തിന്റെയും കൃപ അനുഭവിച്ചെന്ന് എന്ന് പറഞ്ഞാൽ വിശ്വാസിയായ ഉടനെ അയൽവക്കക്കാരനോട് വഴക്കിടുന്ന പരിപാടിയല്ല. അതൊന്നുമല്ല വേദപുസ്തകത്തിലെ വിശ്വാസ ജീവിതം. ലോകം നമ്മളെ വെറുക്കും, പക്ഷേ ലോകം വെറുത്താലും അവർക്കെല്ലാം ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാം. കാരണം ലോകം വെറുത്തപ്പോഴും ലോകം കളിയാക്കിയപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മുടെ ചില അപ്പച്ചന്മാരെയൊക്കെ ലോകക്കാർ കളിയാക്കിയപ്പോഴും ചില സന്ദർഭങ്ങളിൽ അവിടുത്തെ ചിലർക്ക് രോഗം വന്നപ്പോൾ ഈ അപ്പച്ചന്മാരെ വിളിച്ച് പ്രാർത്ഥിപ്പിച്ച എത്രയോ സന്ദർഭങ്ങളുണ്ട്. They know. അവർക്കറിയാം ആരാ നമ്മെന്ന്. ഈ തിരിച്ചറിവ് ഉണ്ടാകുന്ന ലോകം അവർക്ക് യോഗ്യമല്ല. അങ്ങനെയുള്ളവരെല്ലാം ദൈവത്തിൻ്റെ സാക്ഷ്യം പ്രാപിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് വായിച്ച വേദഭാഗത്ത് നിന്ന് ഞാൻ ഒന്നും പറഞ്ഞില്ല, എനിക്കറിയാം. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ദൈവത്തിങ്കൽ നിന്നുള്ള സാക്ഷ്യം നമുക്ക് കിട്ടുന്ന ആ ജീവിത രീതിയുടെ നിർവചനമാണ് വിശ്വാസ ജീവിതം. അതിൽ കുറഞ്ഞ ഒന്നല്ല. ഞാൻ ദൈവത്തെ അനുസരിക്കുന്നു, ദൈവം പറഞ്ഞ വാക്ക് ഞാൻ കേൾക്കുന്നു. എനിക്കതാ വിഷയം.
എനിക്കെൻ്റെ ദൈവത്തെ പ്രസാദിപ്പിക്കണം. ഹാനോക്കിനെ പോലെ, നോഹയെ പോലെ, എബ്രഹാമിനെ പോലെ, യോസഫിനെ പോലെ, അല്ല മോശയെ പോലെ. കാരണം മോശയൊക്കെ വിശ്വാസം നിമിത്തം എന്നാ കിട്ടിയെന്ന് എഴുതിയിട്ടുണ്ട്. ഫറവോൻ്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കുന്നത് നിരസിച്ചെന്ന. അക്കാലത്തെ എന്താ പറയുന്നത്, വില കൂടിയ കാറുകൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് ആ വില കൂടിയ കാറും രഥവും മാൻഷൻസും ഒന്നും മോശയ്ക്ക് വലുതായിട്ട് തോന്നിയില്ല. പ്രതിഫലം നോക്കി. കാരണം തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നവനാണ് ആര്? ദൈവം. തന്നെ അന്വേഷിക്കുന്നവർക്ക്. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധാനത്തിൽ സമർപ്പിക്കാം. ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കേട്ടതാകുന്ന തിരുവചനം നമുക്ക് അനുഗ്രഹപ്രദമായി വരേണ്ടതിന് ഒരു നിമിഷം ആർക്കെങ്കിലും ഒരാൾക്ക് ചുരുക്കം വാക്കുകളിൽ പ്രാർത്ഥിക്കാം.